നമസ്കാരം. സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലാ അൺഎംപ്ലോയീസ് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം. വെള്ളായണിയിലെ വാഴവിളയിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ജില്ലാ അൺഎംപ്ലോയീസ് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തി. കോൺഗ്രസ് അധീനതയിലുള്ള സംഘം കഴിഞ്ഞ 2 വർഷത്തിലേറെയായി നിക്ഷേപകർ പലർക്കും പലിശ പോലും കൊടുക്കാതെ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ നിക്ഷേപകരുടെ പരാതിയെ തുടർന്ന് കരമന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു. ഇതിനിടെയാണ് തിരുവനന്തപുരം അസിസ്റ്റന്റ് രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയത്. പി ഭുവനേന്ദ്രൻ നായർ കൺവീനറായും കെ സനൽകുമാർ, കെ സുകുമാരൻ എന്നിവരടങ്ങുന്ന 3 അംഗ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. സംഘത്തിൽ 2021 തെരഞ്ഞെടുത്ത ഭരണസമിതി നിലവിൽ വന്നെങ്കിലും സംഘം തുറന്നു പ്രവർത്തിക്കാത്തതും സമിതി യോഗം ചേരാത്തതും പരിഗണിച്ചാണ് രജിസ്ട്രാറുടെ ഉത്തരവ്. 6 മാസമാണ് കാലാവധി. പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനുള്ള ചുമതലയും കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. സംഘത്തിന്റെ കിള്ളിപ്പാലത്തെയും വലിയതുറയെയും ശാഖകൾ നേരത്തെ പൂട്ടിയിരുന്നു. സൊസൈറ്റി പ്രസിഡന്റ് പണം മുഴുവൻ പിൻവലിച്ചെന്നും മുൻ MLA-യുടെ ഉത്തരവാദിത്തത്തിലാണ് നിക്ഷേപം നടത്തിയതെന്നും ആരോപിച്ച് നിക്ഷേപകർ VS ശിവകുമാറിന്റെ ശാസ്തമംഗലത്തെ വസതിയിലേക്ക് നേരത്തെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. വെള്ളായണി, വലിയതുറ, കിള്ളിപ്പാലം ശാഖകളാണ് സൊസൈറ്റിക്കുണ്ടായിരുന്നത്. ഇവിടങ്ങളിൽ നിക്ഷേപം നടത്തിയവർക്ക് പണം നഷ്ടമായതാണ് പരാതി. ശിവകുമാറിന്റെ വിശ്വസ്തനാണെന്ന് പറഞ്ഞാണ് പ്രസിഡന്റ് രാജേന്ദ്രൻ തങ്ങളെ കൊണ്ട് പണം നിക്ഷേപിച്ചെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രധാന ആരോപണം. പരാതിയിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയത്. കടയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓഹരി ഉടമകൾക്കുള്ള 2023-24 വർഷത്തെ ലാഭവിഹിത വിതരണം തുടങ്ങി. 54 ലക്ഷം രൂപയാണ് ഇപ്രകാരം അംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ കിംസാറ്റ് സഹകരണ ആശുപത്രി ചെയർമാൻ S. വിക്രമൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ഡോക്ടർ V. മിഥുൻ അധ്യക്ഷനായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് P. പ്രതാപൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ, K. മധു, V. സുബലാൽ, NR അനി, KM മാധുരി, ബാങ്ക് സെക്രട്ടറി P. അശോകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊല്ലം ജില്ലാ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ Q 1557-ൽ 4.5 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നതായി അന്വേഷണ റിപ്പോർട്ട്. ശക്തികുളങ്ങര അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ സീനിയർ ഇൻസ്പെക്ടർ സഹകരണ രജിസ്ട്രാർക്ക് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ക്രമവിരുദ്ധമായി കാര്യങ്ങൾ നടന്നതെന്ന് വ്യക്തമാക്കുന്നത്. നിലവിലെ ഭരണസമിതി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതായിട്ടാണ് ആരോപണം. നിക്ഷേപം, വായ്പ, GDCS പ്രവർത്തനങ്ങൾ ചട്ടം ലംഘിച്ച് നടത്തിയ, വ്യവസ്ഥകൾ പാലിക്കാതെ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളില്ലാതെ വായ്പകൾ നൽകി തുടങ്ങിയ ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത്. വലിയ നഷ്ടം നേരിട്ടപ്പോഴാണ് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടത്. റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘത്തിന് കെട്ടിടം നവീകരിക്കാനെന്ന പേരിലും തുക ചെലവഴിച്ചു. AKGയുടെ പേരിലുള്ള വാടക കെട്ടിടത്തിലാണ് സംഘം പ്രവർത്തിക്കുന്നത്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘത്തിന് കെട്ടിടം നവീകരിക്കാനെന്ന പേരിലും തുക ചെലവഴിച്ചു. വാടക കെട്ടിടം മെയിൻ്റനൻസ് നടത്തിയെന്ന് കാണിച്ച് 9 ലക്ഷത്തിലധികം രൂപയാണ് എടുത്തിരിക്കുന്നത്. വാടക ഇനത്തിലും ലക്ഷങ്ങൾ എഴുതിയെടുത്തു. എന്നാൽ കെട്ടിട ഉടമയ്ക്ക് 1 രൂപ പോലും കൊടുത്തില്ലെന്നാണ് ആക്ഷേപം. നിയമവിരുദ്ധമായി സംഘം അംഗങ്ങളെ ചേർക്കുകയും നിയമം ലംഘിച്ച് കുടിശ്ശിക ഉള്ളവർക്കും ലോൺ നൽകുകയും ചെയ്തു. സെക്യൂരിറ്റി സ്വീകരിക്കാതെ ലോൺ കൊടുക്കുകയും ചട്ടവിരുദ്ധമായി നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്തു. ഒരാൾക്ക് കൊടുക്കാവുന്ന ലോണിന്റെ പരിധി 15 ലക്ഷമായിരുന്നിട്ടും സംഘത്തിൽ നിന്നും 2 കോടി രൂപ വായ്പ അനുവദിച്ചുവെന്നും നടപടിക്രമം പാലിക്കാതെയാണ് നിലവിലെ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജില്ലയിലെ ഒരു CPM നേതാവിന്റെ നിയന്ത്രണത്തിലാണ് ഭരണസമിതിയുടെ തലപ്പത്തുള്ളവർ പ്രവർത്തിക്കുന്നതെന്നാണ് ആക്ഷേപം. നേരത്തെ കൂടുതൽ വേതനം എഴുതിയെടുത്തിരുന്ന ഭരണസമിതി പ്രസിഡന്റിന് തുക മുഴുവൻ തിരിച്ചടക്കേണ്ടി വന്നിരുന്നു. പിന്നാലെയാണ് സഹകരണ സംഘത്തിലെ വൻ ക്രമക്കേടുകളുടെ വിവരം പുറത്തുവന്നത്. സഹകരണ നിയമപ്രകാരമുള്ള തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് അധികൃതരുടെ തീരുമാനം. അതേസമയം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സഹകരണ വകുപ്പ് ഭരണസമിതി അംഗങ്ങളുടെ വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട കുളനട ജില്ലാ ആശുപത്രി പ്രസിഡന്റ് NC മനോജ് സ്ഥാനം രാജിവെച്ചു. KPCCയുടെയും DCCയുടെയും ശക്തമായ നിർദ്ദേശത്തെ തുടർന്നാണ് രാജിവെച്ചത്. 1 മാസത്തിന് മുൻപ് നടന്ന ഭരണസമിതി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ DCC പ്രഖ്യാപിച്ച ഔദ്യോഗിക സ്ഥാനാർത്ഥി G. രഘുനാഥിനെതിരെ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്താണ് വിമതർ പരാജയപ്പെടുത്തിയത്. വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത 6 പേരുടെ പേരിൽ DCC നടപടിയെടുത്തിരുന്നു. മനോജിന്റെ അച്ചടക്ക ലംഘനത്തിനെതിരെ നടപടിക്കായി KPCCക്ക് DCC പ്രസിഡന്റ്
പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ശുപാർശ ചെയ്തിരുന്നു. കൂടാതെ KPCC ജനറൽ സെക്രട്ടറി MM നസീർ കുളനടയിലെത്തി അന്വേഷണം നടത്തിയിരുന്നു. എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്നും അല്ലാത്തപക്ഷം കർക്കശ നിലപാട് സ്വീകരിക്കുവാൻ KPCC മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. DCCയുടെ വിപ്പ് ലംഘിക്കുന്ന നടപടി പൂർണ്ണമായും സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണെന്നും KPCC അറിയിച്ചു. ഇതിനെ തുടർന്നാണ് മനോജ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. കോൺഗ്രസ് പാർട്ടിയിൽ ഒരു കാരണവശാലും അച്ചടക്ക ലംഘനം അനുവദിക്കില്ലെന്ന് DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. പുതിയ പ്രസിഡന്റ് സംബന്ധിച്ച് താമസിക്കാതെ DCC തീരുമാനം കൈക്കൊള്ളുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. നേമം സർവീസ് സഹകരണ ബാങ്കിന്റെ ഓഡിറ്റ് നടത്തിയ തിരുവനന്തപുരം താലൂക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ KP ബിന്ദു, വഞ്ചിയൂർ യൂണിറ്റ് ജൂനിയർ ഓഡിറ്റർ PR രശ്മി എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ D സജിത് ബാബു ഉത്തരവിട്ടു. നിക്ഷേപ തട്ടിപ്പ് നടക്കുന്നതായുള്ള വ്യാപക പരാതിയെ തുടർന്ന് നടന്ന അന്വേഷണത്തിന്റെ ഇടക്കാല റിപ്പോർട്ടിൽ സംഘം സ്വീകരിച്ചു വരുന്ന വിവിധതരം നിക്ഷേപം, വായ്പ, MDS എന്നിവയിൽ ക്രമക്കേടുകൾ നടന്നിട്ടും മന്ദിര നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വകുപ്പിന്റെ അനുമതിയില്ലാതെ പൊതുഫണ്ടിൽ നിന്നും വൻതുക ചെലവഴിച്ചു. അനുമതി കൂടാതെ ജീവനക്കാരെ നിശ്ചയിച്ചു. ചട്ടവിരുദ്ധമായി ബാങ്ക് അധികൃതർ സാമ്പത്തിക ഇടപാട് നടത്തി എന്നിവ യഥാസമയം കണ്ടെത്തുന്നതിൽ സഹകരണ ഓഡിറ്റ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ഗുരുതര വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് സസ്പെൻഷൻ. കഴിഞ്ഞ 20 വർഷമായി ബാങ്കിൽ ക്രമക്കേടുകൾ നടക്കുന്നതായി ബോധ്യപ്പെട്ടിട്ടും അക്കാര്യങ്ങൾ കണ്ടെത്തുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയ മറ്റ് സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരെ ശിക്ഷാ നടപടിയിൽ നിന്നും ഒഴിവാക്കിയത് പ്രതിഷേധാർഹമാണെന്നും ഈ കാലയളവിലെ ക്രമക്കേടുകൾക്ക് കാരണക്കാരായ ബാങ്ക് അധികൃതർക്കെതിരെ സഹകരണ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി കൈക്കൊള്ളണമെന്നും റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ ഫ്രാൻസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതേസമയം നടപടി സ്വാഗതാർഹമാണെങ്കിലും ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ട് തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന നടപടിയാണ് നടക്കുന്നതെന്നും യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും നിക്ഷേപക സമിതി കൂട്ടായ്മ രക്ഷാധികാരി ശാന്തിവിള മുജീബ് റഹ്മാനും സെക്രട്ടറി കൈമനും സുരേഷും ആവശ്യപ്പെട്ടു. സഹകരണ പഠനത്തിലും പരിശീലനത്തിലും ഊന്നൽ നൽകാൻ കേന്ദ്ര നീക്കം. സഹകരണ വിദ്യാഭ്യാസത്തിന് ആദ്യമായി കേന്ദ്ര സർവകലാശാല വരുന്നു. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദിനെ ദേശീയ സർവകലാശാലയാക്കി മാറ്റാനുള്ള ബിൽ തിങ്കളാഴ്ച കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നതാകും പേര്. ഡോക്ടർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ 1979 സ്ഥാപിച്ച ഇർമയെ സർവകലാശാലയാക്കുന്നതിനോടൊപ്പം ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമായി പ്രഖ്യാപിക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. സഹകരണ മേഖലയിൽ സഹകരണ സൊസൈറ്റികളിലേക്ക് യോഗ്യരായ ജോലിക്കാരെ സൃഷ്ടിക്കുക എന്നതാണ് സർവകലാശാലയുടെ മുഖ്യ ലക്ഷ്യം. നിലവിൽ രാജ്യത്തെ സഹകരണ വിദ്യാഭ്യാസം യോഗ്യരായ ജീവനക്കാരെ സൃഷ്ടിക്കാൻ അപര്യാപ്തമാണെന്നാണ് കേന്ദ്ര സഹകരണ വകുപ്പ് സഹമന്ത്രി കൃഷൻ പാൽ ഗുജ്ജർ അവതരിപ്പിച്ച ബില്ലിൽ പറയുന്നത്. സഹകരണ വിദ്യാഭ്യാസത്തിന് ഏകീകൃത സ്വഭാവമോ ഗുണനിലവാര നിരീക്ഷണ സംവിധാനമോ നിലവിലില്ല. സമഗ്രവും ഏകീകൃത ഘടനയുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുകയാണ് ത്രിഭുവൻ സഹകാരി സർവകലാശാലയിലൂടെ ലക്ഷ്യമിടുന്നത്. സഹകരണ മേഖലയിലെ ആദ്യത്തെ സ്പെഷ്യലൈസ്ഡ് സർവകലാശാലയായിരിക്കും ഇത്. സഹകരണ വിദ്യാഭ്യാസം, പരിശീലനം, ഗവേഷണം, വികസനം എന്നിവയാണ് ലക്ഷ്യം. സഹകരണ സൊസൈറ്റികൾ ധാരാളമായുള്ള സംസ്ഥാനങ്ങളിൽ 4-5 അഫിലിയേറ്റഡ് കോളേജുകൾ സർവകലാശാലയ്ക്ക് കീഴിലുണ്ടാകും. അല്ലാത്ത സംസ്ഥാനങ്ങളിൽ 1-2 ആവാം. അഫിലിയേഷൻ വോളണ്ടറി അടിസ്ഥാനത്തിലായിരിക്കും. സർവകലാശാലയ്ക്ക് ക്ഷീരമേഖല, മത്സ്യബന്ധനം, പഞ്ചസാര, ബാങ്കിംഗ്, ഗ്രാമീണ വായ്പ, സഹകരണ, ധനകാര്യം, മാർക്കറ്റിംഗ്, അക്കൗണ്ടിംഗ്, നിയമം, ഓഡിറ്റ്, ബഹുസംസ്ഥാന സഹകരണ വിഷയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം. രാജ്യത്താകമാനം സർവകലാശാലയ്ക്കു കീഴിൽ അഫിലിയേറ്റ് ചെയ്യുന്ന വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനങ്ങളും സ്ഥാപിക്കാം. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ കീഴിൽ വരുന്ന പൂനെയിലെ വൈകുണ്ഠ് മേത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിനെ സർവകലാശാലയാക്കാൻ ആലോചനയുണ്ടായിരുന്നു. പിന്നീടാണ് അമൂൽ മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ബ്രാൻഡിങ്ങിലൂടെ പ്രശസ്തമായ ആനന്ദിലേക്ക് തീരുമാനമെത്തിയത്. സഹകരണവും റൂറൽ മാനേജ്മെന്റ് പഠനവും ഒന്നിച്ച് കൊണ്ടുപോവുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. രാജ്യത്താകമാനം സഹകരണ മേഖല ശക്തമാക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും അടുത്ത ദിവസം അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ സഹകരണ മേഖലയോട് മെച്ചപ്പെട്ട സമീപനം ആയിരുന്നില്ല. കേരളത്തിലെ സഹകരണ മേഖലയ്ക്കെതിരായ നീക്കം തുടരുകയും ചെയ്യുന്നു.